എൻ്റെ കാക്കാൻ ഇപ്പോൾ ഇത് അടിച്ച് തമർത്തിട്ടിന് പോരാത്തിന് എല്ലാ സ്ഥലത്തും ഇത് വെട്ടി തമർത്തി കാട്ടിക്കോട്ടിന് ഞങ്ങൾക്ക് ആകെ ഓടി വന്ന് എനിക്ക് ചവിട്ടി അവനെ മറ്റേ ബാബുക്കാക്ക ഒന്നും മൂന്നറിയാത്ത എൻ്റെ ആങ്ങലിനാണ് ഇപ്പോൾ ഇത് ചെയ്തതിന്. ഇതിന് തക്കതായ ശിക്ഷ കൊടുക്കണം. നിയമത്തിന്റെ ഭാഗത്ത് നിന്ന് എന്ത് ശിക്ഷയാണ് അവർക്ക് വേങ്ങി കൊടുക്കാൻ പറ്റണത് നിങ്ങളത് കൊടുക്കുക. എൻ്റെ ഉമ്മാക്ക് ആകെ ഒരു മോനാണുള്ളത്. എൻ്റെ ഭർത്താവ് ഡയാലിസ് ചെയ്യണ ആളാണ്. എൻ്റെ നോക്കണ ഒരു മനുഷ്യനാണത്. സഹോദരിയും ഭർത്താവും നൽകിയ കേസ് പിൻവലിക്കാത്ത വൈരാഗ്യത്തിന് രാത്രി കടപ്പുറത്ത് വിശ്രമിക്കുകയായിരുന്ന മത്സ്യത്തൊഴിലാളി യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം. കൂട്ടായി കോതപ്പറമ്പ് കടപ്പുറത്ത് ബീച്ച് റോഡിലെ കുപ്പന്റെ പുരയ്ക്കൽ അഷ്കറിനാണ് വെട്ടേറ്റത്. വ്യാഴാഴ്ച രാത്രി കടപ്പുറത്തിരിക്കുന്നതിനിടെ ബൈക്കുകളിലും ഓട്ടോയിലും എത്തിയ 10ഓളം വരുന്ന സംഘമാണ് ആക്രമിച്ചത്. ഗുരുതര പരിക്കേറ്റ അഷ്കറിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലീഗ് നേതാവ് കൂടിയായ റാഫിയും സഹോദരങ്ങളും സുഹൃത്തുക്കളും ചേർന്നാണ് തന്നെ ആക്രമിച്ചതെന്ന് അഷ്കർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. റാഫിക്കെതിരെ കഴിഞ്ഞ ദിവസം അഷ്കർ തിരൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. അഷ്കറിന്റെ സഹോദരിയെയും വൃക്കരോഗിയായ ഭർത്താവിനെയും റാഫിയുടെ നേതൃത്വത്തിൽ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് കേസ് നിലവിലുണ്ട്. റാഫിയുടെ നേതൃത്വത്തിലുള്ള പീഡനം വർഷങ്ങളായി അനുഭവിച്ചു വരികയാണെന്ന് അഷ്കറിന്റെ സഹോദരി പറയുന്നു. ഞാനൊരു 2022 ഒരു കേസ് കൊടുത്ത് എൻ്റെ അവരിങ്ങനെ നിരന്തരമായിട്ട് ശല്യം ചെയ്യണം. ഒരു തരം ഞരമ്പെന്ന് പറയാം. ശല്യം ചെയ്തിട്ടില്ലാത്ത കെട്ടുകഥകൾ ഉണ്ടാക്കുക, അങ്ങനെ ആക്കുക. ഒരു ദിവസം എൻ്റെ ഡയാലിസ് കഴിഞ്ഞ് വന്ന എൻ്റെ ബാബുക്കാനെ എൻ്റെ വീട് കയറി അവർ ആക്രമിച്ച് ചുണ്ടിനടിച്ച് തമർത്തിട്ട് എന്നിട്ട് എല്ലാം കൂടി കൂട്ട സ്വത്തായി ഒന്നും ഞങ്ങളെ തിരിഞ്ഞു നോക്കാതെ അവരിട്ട് പോയി. ഒരു രോഗിയാന്നുള്ള പരിഗണന പോലും ഞങ്ങൾക്ക് തന്നില്ല. എല്ലാവരും കൂടി അടിച്ച് അതിനെ സംബന്ധിച്ചിട്ട് ഈ 2-3 വർഷത്തിലെടുത്ത് ഞങ്ങളെ സുഖം തന്നിട്ട് ആ വീട്ടിൽ ഞങ്ങളിപ്പോൾ സ്വസ്ഥതയിൽ ഇരിക്കൽ പോലും ഇല്ല. സ്വസ്ഥതയിലും തീരെ ഇരിക്കലില്ല. അവിടെ ഫുൾ ടൈം ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് തന്നെ വരില്ല. അവനെക്കൊണ്ടും അവിടെ ഈ അമീൻ എന്ന് പറഞ്ഞൊരു ചങ്ങായിണ്ട് തവനൂർ മണ്ഡലത്തിൻ്റെ, അവന് നിരന്തരമായി പ്രഷർ ചെലുത്തണം ഈ കേസ് പിൻവലിച്ചെടുക്കാൻ. അതിനെ സംബന്ധിച്ചിട്ടോ എൻ്റെ കാക്കാൻ ഇപ്പോൾ ഇത് അടിച്ച് തമർത്തിട്ടിന് പോരാത്തിന് എല്ലാ സ്ഥലത്തും ഇത് വെട്ടി തമർത്തി കാട്ടിക്കോട്ടിന് ഞങ്ങൾക്ക് ആകെ ഒരു കാക്കുള്ളൂ. ഞങ്ങൾ വലിയ പ്രശ്നം അവനുണ്ടാക്കണ്. ഞങ്ങൾ കയറി പൊടിച്ചവന് എല്ലാം ചെയ്തവന്. ഞങ്ങൾ വഴിയിൽ സ്വസ്ഥത നടത്തിക്കൂല. അവിടെ വണ്ടി കൊടുന്ന് ബ്ലോക്ക് ചെയ്യും. പ്രത്യേകിച്ച് ഫാറൂഖ് എന്ന് പറഞ്ഞ ചെക്കൻ ഇതാ നല്ല വണ്ടി കൊടുന്ന് ഒരു ആംബുലൻസിൻ്റെ പേരും പറഞ്ഞ് അവിടുന്ന് കഴുകണം ഒഴുക്കണം വെള്ളമെല്ലാം ഞങ്ങൾ തൊടുക്ക് ഇട്ട്. എന്നിട്ട് ഞങ്ങൾ അവിടെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അതിനും കുറ്റം. എല്ലാത്തിനും അവർ ഞങ്ങളെ കുറ്റം തന്നെ പറയില്ല. എന്നിട്ട് മറ്റേ കബീർ എന്ന് പറഞ്ഞ ഇതിൻ്റെ മോനുണ്ട്, ഓടി വന്ന് എനിക്ക് ചവിട്ടി അവനെ മറ്റേ ബാബുക്കാക്കാനെ. പിന്നെ അവരെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി വീട്ടിൽ നേരെ കല്ലെറിയലും അതും ഇതും ഒരു തരം ശല്യപ്പെടുത്തലില്ല. പീഡനം സഹിച്ച് ഇനി സഹിക്കാൻ വയ്യ. ഒന്നും മൂന്നറിയാത്ത എൻ്റെ ആങ്ങലിനാണ് ഇപ്പോൾ ഇത് ചെയ്തതിന്. ഇതിന് തക്കതായ ശിക്ഷ കൊടുക്കണം. നിയമത്തിന്റെ ഭാഗത്ത് നിന്ന് എന്ത് ശിക്ഷയാണ് അവർക്ക് വേങ്ങി കൊടുക്കാൻ പറ്റണത് നിങ്ങളത് കൊടുക്കണം അവർക്ക്. എൻ്റെ ഉമ്മാക്ക് ആകെ ഒരു മോനാണുള്ളത്. എൻ്റെ ഭർത്താവ് ഡയാലിസ് ചെയ്യണ ആളാണ്. എൻ്റെ നോക്കണ ഒരു മനുഷ്യനാണത്. തങ്ങൾക്കെതിരെയുള്ള കേസ് പിൻവലിക്കാത്ത പക്ഷം വകവരുത്തുമെന്ന് റാഫിയും സംഘവും ഭീഷണിപ്പെടുത്തുകയും ഇരുമ്പുവടി കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്ന് കാണിച്ച് അഷ്കറും തന്നെ അഷ്കർ ആക്രമിച്ചതായി കാണിച്ച് റാഫിയും കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് അഷ്കറിന് വെട്ടേറ്റത്. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിയോടെ വീട്ടിൽ നിന്ന് കടപ്പുറത്തേക്ക് പോയ അഷ്കറിനെ കടപ്പുറത്ത് വിശ്രമിക്കുന്നതിനിടെ വാഹനങ്ങളിലെത്തിയ സംഘം ആക്രമിക്കുകയായിരുന്നു. കൈകൾക്കും കാലുകൾക്കും തലയിലും വെട്ടുകളേറ്റിട്ടുണ്ട്. തുടർന്ന് തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച 34-കാരനായ അഷ്കറിനെ പരിക്ക് ഗുരുതരമായതിനാൽ കോഴിക്കോട്ടേക്ക് മാറ്റുകയായിരുന്നു. സജീവ STPI പ്രവർത്തകനാണ് അഷ്കർ. സംഭവത്തെ തുടർന്ന് തീരദേശത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കി. ന്യൂസ് ഡെസ്ക് D4 ന്യൂസ്.